നിങ്ങൾ എത്ര വർഷമായിട്ട് കാത്തിരിക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ 2 ആഴ്ച ആയി കാണുള്ളൂ ഒരു കാര്യത്തിന് വേണ്ടി. ഈശോയെ തന്നെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. കാലങ്ങളോളം നിങ്ങൾ കാത്തിരുന്നിട്ട് ഇപ്പോഴും നിങ്ങൾ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, നിങ്ങൾ പിടിച്ചു നിന്നതല്ല, നിങ്ങൾ പിടിച്ചിരുന്നതല്ല, ഈശോ നിങ്ങളെ പിടിച്ചു നിർത്തിയതും ഈശോ നിങ്ങളെ പിടിച്ച് ഈശോയുടെ മടിയിലിരുത്തിയതുമാണ്. ഇല്ലെങ്കിൽ നമ്മളെപ്പോഴേ തവിടുപൊടിയായിട്ട് ഉരുണ്ട് പുരണ്ട് താഴെ വീണേനെ. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു അത്ഭുതം നടക്കുമെന്ന് വചനം 1000 തവണ കേട്ടിട്ടും ഇന്നും ഒരു സങ്കടത്തിൽ നിൽക്കുകയാണ്. ഈശോ എന്നെ കൈവിട്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹബക്കൂക്ക് പ്രവാചകനിലൂടെ ഈശോ നമ്മളോട് പറയുന്ന ഒറ്റ കാര്യമാണ്, നീ കാത്തിരിക്കണം. നിന്നോട് പറഞ്ഞ വാക്കിന് മാറ്റം ഉണ്ടാവില്ല, നിന്നോട് പറഞ്ഞത് മാറത്തില്ല, വാഗ്ദാനം ചെയ്ത ഞാൻ നിന്നെ പറ്റിക്കത്തില്ല. ഹൃദയവിശുദ്ധിയോടെ വിശ്വസ്തയോടെ നീ കാത്തിരിക്കുക മാത്രം ചെയ്യുക. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം അവസാനിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ വാക്ക് ഇങ്ങനെയാണ്, ഞാൻ ആ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ കാൽമുട്ടുകൾക്ക് അവൻ ബലം നൽകും, കലമാൻ പേടയെ പോലെ ഞാൻ തുള്ളിച്ചാടും. ഉന്നതങ്ങളിലൂടെ കർത്താവ് എന്നെ നടത്തുമെന്ന് പ്രവാചകൻ നമുക്ക് വേണ്ടിയും കൂടെ സംസാരിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ശാരീരികമായ ബുദ്ധിമുട്ടായിരിക്കില്ല, അതിനെക്കാട്ടും വലിയ മനസ്സ് ഇടിഞ്ഞ് ഇരുട്ടത്ത് നിൽക്കായിരിക്കും. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞ്, ഇന്ന് അങ്ങനെ ഒരു ഇരുട്ടിലാണ് നീയെങ്കിൽ ഹബക്കൂക്ക് 3:19 പറഞ്ഞേക്കുന്ന പോലെ ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നീ ഈശോയെ ആണ് കാത്തിരിക്കുന്നതെന്ന് ഓർത്തോണ്ട് ആനന്ദിക്കുക. സങ്കടപ്പെടുത്തുന്ന 100 കാര്യങ്ങൾ കിടക്കുമ്പോൾ ആനന്ദിപ്പിക്കാൻ ഈശോ ഇവിടെയുണ്ട്. ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് നിന്റെ ഉള്ളിലൊരു ആനന്ദം തരട്ടെ. നിന്റെ കാൽമുട്ടുകളെ കർത്താവ് ബലം നൽകും, കലമാനെ പോലെ നീ തുള്ളിച്ചാടും. കർത്താവ് നിന്നെ ഉന്നതങ്ങളിലൂടെ സവാരി ചെയ്യിപ്പിക്കും. നീ കാത്തിരിക്കുന്നത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ലല്ലോ, വാക്ക് പറഞ്ഞ മാറാത്ത, വാക്ക് മാംസമായി വന്ന ഈശോയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അവൻ മാറില്ല, അവൻ വാക്ക് മാറ്റില്ല. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം, ദൈവവചനം. കാതോർത്തിടുവിൻ ദൈവജനമേ, ഹൃദയമൊരുക്കിടുവിൻ ദൈവജനമേ. ഇതു ജീവൻ നൽകും വചനം, ദൈവവചനം. ഇതു ജീവൻ നൽകും വചനം, ദൈവവചനം.